ഏറ്റവും വലിയ അത്ഭുതം അൻസ്വാരികൾ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം മക്കയിലെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ട്രൈബാണ് ഖുറൈശികൾ. ഏറ്റവും വലിയ പവറുള്ള കുടുംബമാണ് ഖുറൈശികൾ. അവര് ആട്ടിപ്പുറത്താക്കിയതാണ് അല്ലേ? 280ഓളം വരുന്ന സ്വഹാബികളെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിൽക്കാൻ വിടാതെ, സ്വൈരം കൊടുക്കാതെ യുദ്ധം പ്രഖ്യാപിച്ചു വിട്ടതാണ്. ആ മുത്തുനബിയെ സ്വീകരിക്കുന്നത് ഡേഞ്ചറാണ് എന്ന് അറബികളുടെ ഖബീലകൾക്കറിയാം. ഇനി അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും ഖുറൈശികളോട്. ഖുറൈശികൾ ഒഴിവാക്കിയ ഒരു ടീമിനെയാണ് ഇവർ സ്വീകരിക്കുന്നത്. നിർബന്ധമായും അവിടെ യുദ്ധം നടക്കുമെന്ന് ഉറപ്പാണ്. ഇതൊരു പീസ്ഫുൾ ഗോയിങ് അല്ല, ഒരിക്കലും തന്നെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു റിസ്ക് പാട്ടുപാടി സ്വീകരിച്ചവരാണ് അൻസ്വാരികൾ. അതുകൊണ്ടാണ് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. ഈമാനിന്റെ അടയാളമാണ് അൻസ്വാരികളോടുള്ള സ്നേഹം. മദീനക്കാരെ പറയുന്ന പേരാണ് അൻസ്വാരികൾ, മദീനയിലെ മുഅ്മിനീങ്ങൾ. വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. അൻസ്വാരികളോട് ദേഷ്യം വെക്കുന്നത് കപടവിശ്വാസിയുടെ അടയാളമാണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അൻസ്വാരികളോട് ദഫ് മുട്ടാൻ വേണ്ടി പറഞ്ഞത് ആരാണ്? ഒന്നുമല്ല, ഇലാഹിയായ ഒരു കശ്ഫ്, ഒരു തോന്നൽ, ഒരു ഇൽഹാം അവർക്ക് വന്നതാണ്. ഇങ്ങനെ ചെയ്തേക്കാം. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആള് വരുമ്പോഴേ നിങ്ങളൊക്കെ തക്ബീർ ചൊല്ലി സ്വീകരിക്കണ്ടോ, ഞാൻ ഇന്ന സമയത്തെത്തും, അപ്പോഴേക്ക് ഇന്ന പറഞ്ഞേക്കണം. അതൊന്നുമല്ല, ഒന്നും കൊടുത്തിട്ടില്ലല്ലോ വിവരം. അവർക്കറിയില്ല എപ്പോഴാ വരിക. ഈത്തപ്പന്റെ മുകളിലൊക്കെ കെട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്, എവിടെയാ വരുന്നത്. അപ്പോഴാണ് സനിയത്തുൽ വദാ എന്ന ചെറിയ കുന്നിന്റെ മേലൂടെ അങ്ങനെ വരുന്നത്. ആ കുന്ന് കയറി വരുമ്പോ കണ്ടു നബി തങ്ങളാ വരുന്നത് സ്വല്ലല്ലാഹു. അങ്ങനെ അവര് എല്ലാവരും ചിയർഫുൾ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടെ പാട്ടുപാടി നബിയെ സ്വീകരിക്കുകയാണ്. ആ പാട്ടാണ് ത്വല അൽ ബദ്റു. നിങ്ങൾ ഒരിക്കൽ പാടി, ഒന്നുകൂടെ പാടില്ലേ? ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. മുത്തുനബിയെ അങ്ങിതാ ചന്ദ്രോദയം ചെയ്തിരിക്കുകയാണ്, പൂർണ്ണചന്ദ്രന്റെ ഉദയം. മിൻ സനിയാത്തിൽ വദാ, സനിയാത്തുൽ വദായിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് മദീനയിൽ അവിടെ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സനിയത്തുൽ വദാ. നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും സ്വീകരിച്ച മദീനയുടെ ബോർഡറിലെത്തിയ സ്ഥലത്ത് ഒരു ചെറിയൊരു പാർക്കും അവിടെ ഒരു കമാനവും വെച്ചിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവർ സ്വീകരിച്ച സ്ഥലം. മദീനത്ത് പോകുമ്പോൾ ആസാറുകളൊക്കെ കാണുമ്പോൾ അവിടെ ചെന്നിട്ട് കാണുക, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹത്തോടെ സ്വീകരിച്ചതാണ്. അപ്പൊ അങ്ങനെ പാട്ടുപാടി നബി തങ്ങളെ സ്വീകരിക്കുകയോ പാട്ടുപാടി സ്നേഹപ്രകടനം ചെയ്യുന്നതോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അൻസ്വാരികൾ ചെയ്ത പണിയോട് ഇഷ്ടമല്ല എന്ന് പറയലാണ്. അങ്ങനെയല്ലേ? ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ. ഈമാനിന്റെ അടയാളമാണ് അൻസ്വാരികളെ സ്നേഹിക്കുന്നത്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. കാപട്യത്തിന്റെ അടയാളമാണ് അൻസ്വാരികളോട് ദേഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അൻസ്വാരികൾ ചെയ്ത ഒരു സമീപനം, അവർ ചെയ്തതുപോലെ ചെയ്യുന്നതോ അവർ ചെയ്ത പണിയോ ഇഷ്ടപ്പെടാതിരിക്കുന്നത് കപടവിശ്വാസത്തിന്റെ അടയാളമാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരാണ് ആ പാട്ടുപാടി. ചിലർ പറയില്ലേ, നബി തങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്, മതി, ഇത്രേ വേണ്ടൂ. അല്ല, അതിനപ്പുറത്താണ് അതിന്റെ അപ്പുറത്താണ് കിടക്കുക. അതുകൊണ്ടാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു മദീന വിട്ടു പോകാതിരുന്നത്. ഒരു ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ പോയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, മഹാന്മാരായ സ്വഹാബിമാർ ഒരുപാട് പേർ മദീന വിട്ടു പോവില്ല. ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, സുന്നത്തായ ഹജ്ജ് ചെയ്തില്ല. എന്തേ? ആ പോകുന്ന പോക്കിൽ ഞാൻ മരിച്ചാൽ മദീനത്ത് മരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മദീന വിട്ടു പോവില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അവർ മദീനയിൽ വഫാത്താകുന്നത്. അവരാഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന നമ്മുടെ പടച്ചവനും ഇലാഹും മഅബൂദുമായ അല്ലാഹു, ആ റബ്ബിലേക്കുള്ള കണക്ഷൻ ആരിലൂടെയാ? ഈ നബിയിലൂടെ ചെന്നാലേ എത്തുകയുള്ളൂ. ഇതാണ് ഇതിന്റെ സാരം. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹു ഏകനാണെന്ന്. ആരെങ്കിലും പറഞ്ഞ അല്ലാഹു ഒരുവനാ ഞാൻ വിശ്വസിച്ചു, അവനൊന്നും മുസ്ലിം ആവില്ല.
നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ആശയം, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തൗഹീദ് എന്തോ അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഖുൽ, അങ്ങ് പറയണം, ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിലേക്കുള്ള വഴി അങ്ങയിലൂടെയാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വലിയ ആശയം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അല്ലാഹു നൽകട്ടെ. മദീനയെ സ്നേഹിക്കണം. കഹുബ്ബിനാ ലിമക്ക ഔ അശദ്, ലെ കഹുബ്ബിനാ മക്കത ഔ അശദ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്കത ഔ അശദ്. അല്ലാഹുവേ, മദീനയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടാക്കി തരണേ, ഞങ്ങൾ മക്കയെ സ്നേഹിക്കുന്ന പോലെ, ഔ അശദ്, അതിനേക്കാളും വലിയ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹം ഖൽബിലേക്ക് വരാൻ അള്ളാഹുവിനോട് ചോദിക്കുക. അത് ഈമാനിൻ്റെ മധുരമറിയുന്ന ഒരു രസമാണ്. അല്ലാഹു തആല നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ അരികിലേക്ക് വരുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ് സംഭവം ഉദ്ധരിച്ചത്. എന്നിട്ട് ആ ഖബറിന്റെ മണ്ണിൽ അറാബിയായ മുസ്ലിമായ മനുഷ്യൻ മണ്ണിൽ ഇങ്ങനെ ഉരുണ്ട് ആ മനുഷ്യൻ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽത് ഫസമിഅനാ ഖൗലക, അങ്ങ് പറഞ്ഞു നബിയെ, അത് ഞങ്ങൾ കേട്ടു. വകാന ഫീമാ അൻസലല്ലാഹു അലൈക, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഖുർആനിൽ ഉണ്ടല്ലോ നബിയെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഇങ്ങനെ ഒരു ആയത്ത് നബി അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ടല്ലോ. വലൗ അന്നഹും യദ്ലമൂ അൻഫുസഹും, സത്യവിശ്വാസികൾ പാപം ചെയ്യുകയും, ജാഊക, അങ്ങനെ അവർ അങ്ങയുടെ അരികത്ത് വരികയും, ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ അരികത്ത് വന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ. നമ്മൾ മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്യും, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ ആളുകൾ, അവർ മരിച്ച മണ്ണല്ലേ, അങ്ങനല്ല, റൂഹി ബന്ധമുള്ള അവസ്ഥയിലാണ് മനുഷ്യൻ ഖബറിൽ കിടക്കുന്നത്. റൂഹിന്റെ ബന്ധമുണ്ടല്ലോ, അവരുടെ സാന്നിധ്യം. ഖബറിനോർക്കാണ് ഇങ്ങനെയല്ലേ കേട്ടെ, ഇങ്ങനെയാക്കുന്നു കൈയുർത്ത്, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഒരാളുടെ അരികത്ത റബ്ബേ ഞങ്ങളുള്ളത്, നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്റെ പൊരുത്തം വാങ്ങിച്ച ആളുടെ അടുത്താറുള്ളത്, അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം റബ്ബേ. ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ അരികത്ത് വന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ പോരെ, മതി. പക്ഷെ മഹത്തുക്കളുടെ സാമീപ്യത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ഖബറിനോടല്ല. ഖബറിനോടാണ് കൈ ഇങ്ങോട്ടാ വെക്കുക, താഴ്ത്താ ഖബറുള്ളത്, അല്ലാഹുവിനോടാ. അല്ലാഹുവേ ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ, അവർ വന്നു നബിന്റെ അടുത്തേക്ക്, നബിന്റെ അടുത്ത് നിന്ന് അവർ അല്ലാഹുവിനോട് അവർ ചോദിച്ചു, നബി തങ്ങളും അവർക്ക് വേണ്ടി ചോദിച്ചാൽ, റെക്കമെൻഡ് ചെയ്താൽ എന്നർത്ഥം. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും നബിയെ, റഹീമ, അല്ലാഹു റഹ്മത്ത് ചെയ്യും നബിയെ എന്ന ആയത്ത് സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്താണ്. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, വഖദ് ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം ചെയ്തിരിക്കുന്നു നബിയെ, തെറ്റ് ചെയ്ത ആളാണ്. വജിഅതുക തസ്തഗ്ഫിറു ലി, അങ്ങ് എനിക്ക് മാപ്പ് ചോദിക്കണം എന്നാലോ അങ്ങയോട് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാ നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ അരികത്ത് വന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് അവിടെ വിഷയം. അവരെ കണ്ടിട്ട് ആട്ടി ഓടിക്കല്ല, ഓടോ ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഓടിക്കല്ല, ഒന്നും പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞില്ല. എന്താ സംഭവിച്ചെന്നറിയോ? ഫനൂദിയ മിനൽ ഖബരി ശരീഫ്, ആ വിശുദ്ധമായ ഖബറിന്റെ ഉള്ളകത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞു, അന്നഹു ഖദ് ഗുഫിറ ലക്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് മറുപടി കേട്ടത് അവിടെ കൂടിയിരിക്കുന്ന സ്വഹാബികളാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.